BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി ദാഹജലത്തിന് കഴിഞ്ഞ 3 വർഷമായി നെട്ടോട്ടമോടുകയാണ് കുന്നുംപുറം മുസ്ലിം പള്ളിക്ക് സമീപത്തെ നിരവധി കുടുംബങ്ങൾ. ഇവർ താമസിക്കുന്ന മേഖലയിലെ ടാപ്പിൽ കഴിഞ്ഞ 3 വർഷമായി ലഭിക്കുന്നത് മലിനജലമാണ്. ഇക്കാലയളവിൽ ഇവർ പരിഹാരം തേടി മുട്ടാത്ത വാതിലുകളില്ല. പ്രാദേശിക നേതാക്കൾ മുതൽ മുഖ്യമന്ത്രിയെ വരെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലും അടക്കം പരാതി നൽകി മടുത്തു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നേരിട്ട് നൽകിയ പരാതിയിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴും മലിനജലമാണ് ടാപ്പിലൂടെ ലഭിച്ചത്. പകരം സംവിധാനം എന്ന നിലയിൽ നിലവിൽ ടാപ്പ് ചെയ്തിരിക്കുന്ന 100 mmC പൈപ്പിലെ ടാപ്പിംഗ് മാറ്റി റോഡിന് മറുവശത്തെ 90 mm PVC പൈപ്പിലേക്ക് മാറ്റി നൽകിയാൽ പ്രശ്നം പരിഹരിക്കുമെന്നും റിപ്പോർട്ട് നൽകി. റോഡ് കട്ടിങ്ങിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടാപ്പിംഗ് പോയിന്റ് പരിശോധിച്ച് വിതരണ കുഴലിലെ ലീക്ക് പരിഹരിച്ച് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇവർ കത്ത് നൽകിയെങ്കിലും തുടർ നടപടി ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഇക്കഴിഞ്ഞ ഡിസംബറിൽ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പരാതി നൽകി. മന്ത്രി പി പ്രസാദ് ഇടപെടുകയും ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാൻ ഫോർട്ട് കൊച്ചി RDOയ്ക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ തുടർ നടപടി ഉണ്ടായില്ല. ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഈ കുടുംബങ്ങൾ ഉന്നയിക്കുന്നത്. പ്രകൃതിയുടെ പലവിധ വർണ്ണങ്ങൾ പോലെ തന്നെ മനുഷ്യരുടെ മുഖത്ത് വിരിയുന്ന പല ഭാവങ്ങളെയും ചായക്കൂട്ടുകളാൽ സമഗ്രതയോടെ പകർത്തിയ ആ കലാകാരൻ ഇനിയില്ല. ജലച്ചായത്തിലും ആക്രിക്കലിലും ഒരുപോലെ അഗ്രഗണ്യനായിരുന്ന മലയാളികൾക്കിടയിൽ ചിത്രകലയെ ജനപ്രിയനാക്കിയ ഒരാളാണ് മോപ്പോ സംഗ്വാലത്തിന്റെ വിയോഗത്തോടെ ഇല്ലാതാവുന്നത്. കഥകളി കലാകാരന്മാരെ ക്യാൻവാസിൽ പകർത്തുന്നതിൽ ഏറെ തൽപരനായിരുന്ന മോപ്പോ സംഗ് അദ്ദേഹം വരച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ നവരസ പരമ്പരയിൽ വരുന്ന പെയിന്റിങ്ങുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ബിസിനസ് ജെറ്റ് ടെർമിനലിൽ സ്ഥാപിച്ചത് കഴിഞ്ഞ നവംബറിലാണ്. തന്റെ 9 രസഭാവങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ തനിമ ചോരാതെ പെയിന്റിംഗിൽ ആവിഷ്കരിച്ചത് കാണാൻ പ്രായാധിക്യത്തിന്റെ അവശതകൾക്കിടയിലും ഗോപി ആശാൻ നേരിട്ടെത്തിയിരുന്നു. കൂടുതലായും ജലച്ചായ ചിത്രങ്ങൾ വരച്ചിരുന്ന മോപ്പോ സംഗ് പക്ഷേ നവരസങ്ങൾ വരയ്ക്കാൻ ആക്രിലിക് പെയിന്റാണ് ഉപയോഗിച്ചത്. ഈ ചിത്രങ്ങൾ വരച്ചു തീർക്കാൻ ഒരു ദിവസം മുഴുവനും കലാമണ്ഡലം ഗോപി കഥകളി വേഷം ധരിച്ച് സിയാലിനായി ഭാവപ്രകാശം നടത്തുകയും അവയെ വിശദമായി ഫോട്ടോഗ്രാഫുകളിലാക്കി ചിത്രകാരൻ മോപ്പോ സംഗ് ക്യാൻവാസിൽ ആവിഷ്കരിക്കുകയും ചെയ്യുകയായിരുന്നു. ചിത്രം വരയ്ക്കൊപ്പം തന്നെ ചിത്രം വരയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്നതിലും മോപ്പോ സംഗ് മുന്നിട്ട് നിന്നു. സംസ്ഥാനത്തുടനീളം നിരവധി ചിത്രകലാ ക്യാമ്പുകളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു. ആഴ്ചകൾക്ക് മുൻപ് കൊല്ലം മൺട്രോ തുറത്തിലുൾപ്പെടെ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ചിത്രകാരൻ ലോക്ക്ഡൌൺ കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലൈവായി 100 ചിത്രങ്ങൾ വരച്ച് കലാപ്രേമികളുടെ മനം കവർന്നിരുന്നു. പ്രശാന്തസുന്ദരമായ അന്തരീക്ഷങ്ങളെ അടുത്തറിഞ്ഞ് അവയെ പകർത്തുകയെന്നതും അദ്ദേഹത്തിന്റെ ഇഷ്ടസബരിയായിരുന്നു. ഉൽപാദനക്കുറവും വേനൽക്കാലം രൂക്ഷമായതോടെ കരിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചതും നാളികേര വിപണിക്ക് കരുത്ത് പകർന്നു. ഉപഭോക്താവിന് സന്തോഷം നൽകിയില്ലെങ്കിലും കർഷകന് ആഹ്ലാദം നൽകുന്ന നിലയിലാണ് നാളികേര വില കുതിച്ചുയരുന്നത്. പൊതിച്ച നാളികേരം കഴിഞ്ഞ ദിവസം കിലോഗ്രാമിന് 80 രൂപ നിരക്കിലാണ് കർഷക വിപണിയിൽ വ്യാപാരം നടന്നത്. ഇതിനോടകം ലഭിച്ചതിൽ ഉയർന്ന വിലയാണിത്. നാളികേര വിലയുടെ ചുവട് പിടിച്ച് വെളിച്ചെണ്ണയും വിലയും കുതിക്കുന്നത് അടുക്കള ബജറ്റും താളം തെറ്റിക്കും. കിലോഗ്രാമിന് 280 രൂപ വരെയാണ് വെളിച്ചെണ്ണയുടെ വില. കഴിഞ്ഞ വർഷം നേരിട്ട രൂക്ഷമായ വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഇതിനു പുറമെ മണ്ടരിയും മറ്റു കീടബാധകളും തിരിച്ചടിയായി. മധ്യകേരളത്തിലെ വിപണിയിലേക്ക് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് തേങ്ങ എത്തിയിരുന്നു. വേനൽ കടുത്തതോടെ ഇവിടെ നിന്ന് കരിക്ക് കൂടുതലായി വിറ്റുപോകുന്നതും തേങ്ങയുടെ വരവിനെ ബാധിച്ചു. കരിക്കിന് 50 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം വില ഉയർന്നിട്ടും നാടൻ നാളികേരം കാര്യമായി വരവില്ല. നേരത്തെ 750 കിലോഗ്രാം വരെ എത്തിയിരുന്ന രാമമംഗലം വിപണിയിൽ കഴിഞ്ഞ ദിവസം 70 കിലോഗ്രാമാണ് എത്തിയത്. പലചരക്ക് കടകളിലും മറ്റും വരവും നാളികേര വിൽപ്പന നടത്താനാവാത്ത സ്ഥിതിയാണെന്നും വ്യാപാരികൾ പറയുന്നു. ചെറിയ തേങ്ങ 3 എണ്ണം വരെ വച്ചാലാണ് 1 കിലോഗ്രാം തികയുന്നത്. ഇതിൽ പലതും കേടുകൂടിയായതോടെ വാങ്ങുന്നയാളുടെ പരാതി കൂടി കേൾക്കേണ്ടതുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വെട്ടിത്തിളങ്ങുന്ന ലൈറ്റും കാതടിപ്പിക്കുന്ന ഹോണും പിടിപ്പിച്ച 36 ടൂറിസ്റ്റ് ബസ്സുകൾ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ജില്ലയിലെ വിവിധ റോഡുകളിലായി 5 സ്ക്വാഡുകളാണ് പരിശോധന നടത്തിയത്. കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധമായിരുന്നു പല ടൂറിസ്റ്റ് ബസ്സുകളിലെയും അകത്തും പുറത്തുമുള്ള വെളിച്ച സംവിധാനം. ലേസർ, LED, ഹൈ വോൾട്ടേജ് ലൈറ്റുകളും കാതടിപ്പിക്കുന്ന ശബ്ദ സംവിധാനങ്ങളുമാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഭൂരിഭാഗം ബസ്സുകളിലെയും അനധികൃത ലൈറ്റുകളും ഇതര ആർഭാട ഫിറ്റിംഗുകളും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ അഴിച്ചുമാറ്റി. മറ്റ് വലിയ ഫിറ്റിംഗുകൾ അഴിച്ചുമാറ്റി ബസ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് RTO K മനോജ് പറഞ്ഞു. ജില്ലാ ബസ്സുകളുടെ
ചില ബസ്സുകളുടെ ഉൾഭാഗം കളർ രശ്മികൾ നിറച്ച് ഹോട്ടലുകളിലെ ആഘോഷമുറികൾക്ക് സമാനമായിരുന്നു. ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് തുടങ്ങിയവയിലെ ഡെക്കറേഷനുകൾ, വാഹനത്തിന്റെ വശങ്ങളിൽ ചെറിയ ബൾബുകൾ കൊണ്ട് മിന്നിക്കുന്ന ലൈറ്റുകൾ, വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകൾ തുടങ്ങിയവ നീക്കി. എല്ലാ ബസ്സുകൾക്കും കൂടി 2,46,000 രൂപ പിഴയും ചുമത്തി. വാഹനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആകർഷകമാക്കാൻ കൂടുതൽ ലൈറ്റുകളും ഇതര ആർഭാട സാമഗ്രികളും പിടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റോഡിൽ നിരന്തര പരിശോധനയുള്ളതിനാൽ പിടികൂടുമെന്നുറപ്പ്. കനത്ത പിഴയും ഈടാക്കും. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡ പ്രകാരമുള്ള ലൈറ്റുകളാണ് മാനുഫാക്ചറിംഗ് വേളയിൽ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നത്. ഇവയൊഴികെ എല്ലാ ലൈറ്റുകളും അനധികൃതമാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.